ചൊറിയുന്നുണ്ട്. സെപ്റ്റി ടാങ്ക് ഒന്ന് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് അടിച്ചാന്ന് പോലെ സംശയം. നേരത്തെ വെള്ളം വീണ ആളല്ലേ? അതെ, ചൊറിച്ചിൽ തുടങ്ങി. ഇത് കാണുമ്പോൾ അറിയാലോ, ഇത് കണ്ടെത്തിയെന്നും വല്ല സെപ്റ്റി ടാങ്കിൽ നിന്നും കാണാൻ കൊണ്ടുവന്ന വെള്ളമായിരിക്കും. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചളിവെള്ളം കൊണ്ടുവന്ന് വിദ്യാർത്ഥികളുടെ നേരെ അടിച്ചത്? അയ്യോ വണക്കം. അല്ല സഖാക്കളെ, എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഈ PM-ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിൽ ഒപ്പിട്ടത് ആരാണ്? നമ്മുടെ ശിവൻകുട്ടി മന്ത്രി അപ്പൂപ്പനാണല്ലോ നമ്മുടെ PM-ശ്രീ പദ്ധതി ഒപ്പിട്ടത്. ഈ PM-ശ്രീ പദ്ധതി ഒപ്പിട്ടെന്നും ഈ 90 കോടി രൂപ കൈപ്പറ്റിയെന്നും നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ തന്നെ ആ സമയത്ത് വെളിപ്പെടുത്തിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്? നിങ്ങൾ PM-ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ സ്വരാജിനോട് CP അജിത എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തക ചോദിച്ചപ്പോൾ സ്വരാജിൻ്റെ മറുപടി എന്ന് പറയുന്നത് അത്യധികം ചിന്താധിഷ്ഠിതവും മാർഗോദ്വീപകവുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ തട്ടിവിടുന്ന പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സ്വരാജ് സഖാവ് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സ്വരാജ് സഖാവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അതെന്താടാ പല്ലിയൊക്കെയാണ് പുള്ളി വാ ഉറക്കുന്നത് എന്ന് പല ആൾക്കാരും ആ സമയത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല. സ്വരാജ് സഖാവിൻ്റെ ആ വാക്ചാതുരിയുടെ മുമ്പിൽ ആൾക്കാർ ജ്വലിച്ചു പോകും എന്നാണ് ഇവന്മാർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. യവന്മാർക്ക് ഈ ഒരു അടുത്ത കാലത്തൊന്നും ഇവന്മാർ ഭരണത്തിൽ വരാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. കഴുത കാമം കരഞ്ഞ് തീക്കണത് പോലെ കമ്മി കൂട്ടന്മാരെ നീയൊക്കെ ഇവിടെ കിടന്ന് മെഴുകി തീരും. പോരാത്തതിന് നമ്മുടെ K. സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, BJPയുടെ. അങ്ങേര് പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കെ തന്നെ നിൻ്റെയൊക്കെ ചാരം, അതായത് CPM എന്ന് പറയുന്ന ആ പാർട്ടിയെ പട്ടടയിൽ വച്ച് കത്തിച്ച് ഞാൻ ആ പാർട്ടിയെ അറബിക്കടലിൽ കൊണ്ട് ഒഴുക്കിയിരിക്കും. അല്ല, അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എന്നാണ് നമ്മുടെ K. സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ മെഴുകരുത്. കാര്യങ്ങൾ കാര്യങ്ങളായി തന്നെ പറയണം. വസ്തുനിഷ്ഠമായിട്ട്, നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് എന്ത് ചെയ്യണം? സമീപിക്കണം. ഇത് ദേശാഭിമാനി യുഗമല്ല. അതായത് ഒരു വാർത്ത നിങ്ങൾ പറയും, ഒരു ബൈറ്റ് നിങ്ങൾ പറയുന്നു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു കാര്യം പറയുന്നു. ആ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നാളെ അത് ജനങ്ങളുടെ അടുത്തെത്തും എന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം നാളെ ദേശാഭിമാനി എഴുതിയാൽ മാത്രമേ ജനങ്ങളുടെ കയ്യിലെത്തൂ എന്ന് വിചാരിക്കും. നിങ്ങൾ പറയുന്ന ആ സ്പോട്ടിൽ ലൈവായിട്ട് ഇവിടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ഒരു നിമിഷം ആ സംഭവം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ചോദിക്കും, ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് എന്ന് ജനങ്ങൾ ചോദിക്കും. അടുത്ത ദേശാഭിമാനി വരെ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, PM-ശ്രീ പദ്ധതിയിൽ എന്തിനു ഒപ്പിട്ടു എന്ന് സ്വരാജിനോട് ചോദിച്ചു. എന്തുകൊണ്ട് പിന്മാറിയില്ല, എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ സ്വരാജിൻ്റെ ആ ഒരു ചിന്തോദ്ദീപകമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, സ്വരാജ് പദ്ധതിയിൽ ഒപ്പിട്ടാലല്ലേ പിന്മാറാൻ പറ്റൂ, അല്ലാതെ എങ്ങനെ പിന്മാറും? ഈ പെണ്ണും പിള്ള എന്താണ് ഈ ചോദിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് സ്വരാജ് അങ്ങ് അസ്വസ്ഥമാകാതിരിക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് സ്വരാജിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഒരു അസ്വസ്ഥനാവുന്നത്? അങ്ങ് അസ്വസ്ഥനാവാതിരിക്കൂ എന്നിങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് വിനയം മുഖത്ത് വാരി തേച്ച് വയ്ക്കാൻ സ്വരാജ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രാഡൊക്കെ തള്ളി വെളി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന PM-ശ്രീ, ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഇപ്പോൾ VD സതീശൻ്റെ സർക്കാർ വന്നു. VD സതീശൻ്റെ സർക്കാർ വന്നപ്പോൾ കൃത്യമായിട്ട് VD സതീശൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റൊക്കെ കണ്ടല്ലോ. VD സതീശൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റ് ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ 5 ലക്ഷം കോടി രൂപ നമുക്ക് കടമുണ്ട്. ഈ കടവും കടവിട്ട വട്ടിയും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? എന്തെടുത്തിട്ട് സുനത്തും എന്നാണ് നമ്മുടെ VD സതീശൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സംഭവമായിരുന്നു. പോരാത്തതിന് VD സതീശൻ എന്ത് ചെയ്തു? കാര്യങ്ങളെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ളൊരു സമീപനം VD സതീശൻ എടുക്കുന്നുണ്ടോ? അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ടാക്സ് പിരിക്കുക, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മുടെ സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ സർക്കാർ ഇവിടെ ജനങ്ങൾക്ക് നാളെ മുതൽ ഞാനൊരു കാര്യം ചെയ്യാം, ജനങ്ങളെല്ലാവരും സ്റ്റേഷനറി കടയിൽ പോകുമ്പോൾ മുട്ടുസൂചി ലഭ്യത കുറവുണ്ടെങ്കിൽ സർക്കാർ മുട്ടുസൂചി സ്ഥാപനം തുടങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാർ നാളെ മുതൽ മറ്റേ സ്ഥാപനം തുടങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്യേണ്ടത് ആവശ്യവുമില്ല. പിന്നെ ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതിൽ തെറ്റില്ല. അതാണ് ആരോഗ്യരംഗം. ഈ ആരോഗ്യരംഗം എല്ലാ മനുഷ്യനും അസുഖം വരും. ചില ആൾക്കാർക്ക് പണം ഉണ്ടാവും, ചില ആൾക്കാർക്ക് പണം ഉണ്ടാവില്ല. അങ്ങനെ പണമുള്ള ആൾക്കാർക്കും ചികിത്സിക്കണം, പണം ഇല്ലാത്ത ആൾക്കാർക്കും ചികിത്സിക്കണം. അങ്ങനെയുള്ള ആരോഗ്യരംഗം നമുക്ക് പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ആരോഗ്യരംഗത്ത് സർക്കാരിൻ്റെ ഒരു പിടി വേണം. കാരണം പൈസ ഇല്ലാത്തവന് ഇവിടെ ജീവിക്കണം. വിദ്യാഭ്യാസ രംഗം, അവിടെയും സർക്കാരിനൊരു പിടി വേണം. കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ലാതെ ഇത് പറയുന്നത് പോലെ KSRTC, മറ്റേ വൈദ്യുതി ബോർഡ്, ഇതൊക്കെ എടുത്ത് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള കാലം എന്നേ കഴിഞ്ഞ്.
KSRTC എന്ന് പറയുന്ന ആ വെള്ളാനെ സർക്കാർ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചുമന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിട്ട് ആ പ്രൈവറ്റൈസ് ചെയ്തതിൽ നിന്നും ആ പ്രൈവറ്റൈസ് ചെയ്ത കമ്പനികളിൽ നിന്നുമുള്ള വരുമാനം ആ ടാക്സ് സർക്കാർ ഈടാക്കി അങ്ങനെയാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രൈവറ്റ് സെക്ടറിലോട്ട് കൊണ്ടുവരുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് അവിടെ പണി കിട്ടും, നാട് വികസിക്കും. ഇത് എല്ലാ രാജ്യങ്ങളിലും നടത്തി സമ്പൂർണ്ണ വിജയം കൈവരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഇതെല്ലാം. അല്ലാതെ ഈ കമ്മി കുട്ടന്മാർ ഭരിക്കുന്ന നാട് റഷ്യ, ക്യൂബ, പിന്നെ മറ്റേ ആ മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയ ഒരു രാജ്യമുണ്ടല്ലോ, രണ്ടാം തരം പിടിച്ച, പെട്ടെന്ന് ഇതെൻ്റെ നാക്കിൽ പറഞ്ഞില്ല, ഇതൊക്കെ മുടിഞ്ഞ് കുത്തുവാളെടുത്ത് മുണ്ടക്കോലെടുത്ത് പോയി. അല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. നമ്മുടെ രാജ്യവും നമ്മുടെ നാടും വികസിക്കണമെങ്കിൽ ഇവിടെ സ്വകാര്യ പങ്കാളിത്തം ഇല്ലാതെ ഒന്നും നടക്കില്ല. എല്ലാ സർക്കാർ എടുത്ത് കയ്യിൽ വെച്ചിരുന്നാൽ നടക്കുന്ന കേസല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ആ കാര്യത്തിൽ വി.ഡി. സതീശൻ കിടിലുമാണ്. എന്തായാലും PM ശ്രീ പദ്ധതി, അതും വി.ഡി. സതീശൻ എന്ത് ചെയ്തു, ഇത് കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം കേന്ദ്രത്തിൻ്റെതാണ്. പിന്നെ നമ്മൾ ഈ സുഡാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുമല്ലോ, PM ശ്രീ പദ്ധതിയിൽ ഇത് സംഘി ഭീകരതയാണ് എന്നൊക്കെ പറയും. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിനകത്ത് എന്താണ് പറയുന്നതെന്നും അത് കുട്ടികൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗുണവുമെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പം ഇത് നമ്മുടെ മുസ്ലിം ലീഗ്, നമ്മുടെ ഇഞ്ചി ഷാജി ഉള്ള മന്ത്രിയായിട്ടിരിക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിൽ ഇഞ്ചി ഷാജി ആദ്യം പറഞ്ഞത് PM ശ്രീ എടുത്ത് തോട്ടിലെറിയുമെന്നാണ്. അവസാനം PM ശ്രീ ഇവരും അംഗീകരിച്ചു. അങ്ങനെ ആ PM ശ്രീ അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പം മറ്റേ അവന്മാർ സമരമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഡിജിറ്റൽ യുഗമാണ്, ഡിജിറ്റൽ യുഗം. ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയട്ടെ എൻ്റെ കമ്മി കുട്ടന്മാരെ, നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ട്രോളിന് കയ്യും കണക്കുമില്ല. നിങ്ങളുടെ സമരമുറയൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് സരിതയും മറ്റേ ഇതൊക്കെ ഇറക്കിക്കൊണ്ട് വന്നതെങ്കിൽ നിങ്ങളൊക്കെ ഏറിപ്പോയേന്, ഉമ്മൻചാണ്ടി വാഴ്ത്തപ്പെട്ടവനായന് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ഇപ്പം മാധ്യമങ്ങൾ വയ്ക്കുന്ന അജണ്ടയൊക്കെ പൊളിഞ്ഞ് പാളീസായി പോവുകയാണ്. മാധ്യമങ്ങളെയൊന്നും ആർക്കും വേണ്ട. ആൾക്കാർക്ക് അവരവരുടെ വാർത്ത ചെകഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ത്രാണി ഇന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ മറ്റേ സമരത്തിന് വന്നല്ലോ. കഴിഞ്ഞ ദിവസം PM ശ്രീയിൽ സമരത്തിന് വന്നു. സമരം എവിടെയായിരുന്നു? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ അവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചു. ഇവർ സമരത്തിന് വന്നു, മരണം വരെയും സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ജലബീരങ്കി അടിച്ച് കയറ്റി കൊടുത്ത് ജലം ബീരങ്കിയിലെ വെള്ളം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാരണം കുറച്ച് കഴിഞ്ഞപ്പം മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്തിട്ട് വരാൻ കേട്ടാ എന്ന് പറഞ്ഞ് കമ്മി കുട്ടന്മാർ ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവസാനം അവിടെ നിന്ന നേതാവ് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതായത് സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്ന അപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് മൊത്തത്തിൻ്റെ അണ്ണാക്കിലോട്ട് അടിച്ച് കയറ്റി കൊടുത്തെന്നാണ് പറയുന്നത്. അതായത് വി.ഡി. സതീശൻ എല്ലാണത്തിനും 8ൻ്റെ പണി കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വി.ഡി. സതീശൻ്റെ കാലത്തുള്ളതല്ല. ഇത് പിണറായിയുടെ കാലത്ത് ഇതേ ആരോപണം കോൺഗ്രസ്സുകാർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് സെപ്റ്റിക് ടാങ്കിൽ വെള്ളമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് സെപ്റ്റിക് ടാങ്കിൽ കിടന്ന ആ പുഴുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്ന് അടിച്ചവന്മാർ അണ്ണാക്കി കയറ്റി കൊടുത്ത് മരണം വരെയും സമരം ചെയ്യാനായിട്ട് ഇവന്മാർ ഇപ്പോൾ ഓടി നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാതൃഭൂമിയുടെ ന്യൂസും മറ്റു ന്യൂസ് ചാനലുകളെല്ലാം ഇവരെ അടുത്ത് വന്നിട്ട് അവരെ കയ്യും ഇതൊക്കെ കാണിച്ചപ്പോൾ എല്ലാം ചൊറിഞ്ഞ് പൊട്ടുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അങ്ങനെ സംഭവം നിയമസഭയിലെത്തി പിണറായി വിജയൻ എഴുന്നേറ്റ് ഗർജിച്ചിട്ട് പറഞ്ഞു, അമീബിക് മസ്തിഷ്ക ജ്വരം വരെ വരുത്താൻ സാധ്യമാകുന്ന ഒരു വെള്ളമാണ് അടിച്ച് അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല എണീച്ച് നിന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു വെള്ളവും ഞങ്ങൾ അടിച്ചിട്ടില്ല, ഞങ്ങൾ ആരും അങ്ങനെ അടിച്ചിട്ടേ ഇല്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ജലബീരങ്കി അടിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ, ആ വെള്ളത്തിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക, ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല പൊടിയും തട്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും വി.ഡി. സതീശൻ്റെ ഈ പ്രവൃത്തി അത്യധികം സ്തുത്യർഹമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. പക്ഷേ നമ്മുടെ മേയറായിട്ടുള്ള വി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജലബീരങ്കി എന്ന് പറയുന്ന സാധനം പ്രയോഗിക്കുന്നത് യാതൊരുവിധ ടെസ്റ്റിങ്ങും ഇല്ലാതെ ഒരു നിയമങ്ങളും പാലിക്കാതെയാണ്. കാരണം ഇവരുടെ ദേഹത്ത് ഈ ജലബീരങ്കി അടിച്ചപ്പോൾ ഈ മുണ്ടിലൊക്കെ എന്തൊക്കെയോ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ അത് സൂം ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും കൊള്ളാം. അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണിത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി PM ശ്രീയും കൊണ്ട് ആ ഏരിയയിലോട്ട് പോകില്ല എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. നിങ്ങളെ സത്യം പറഞ്ഞാൽ ജനം ട്രോളി കൊല്ലണം. അതിൻ്റെ ആ വാർത്തയുടെ താഴെ വന്ന കമൻറ്റ് വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. സാധാരണ ജനങ്ങളാണ് യൂസ് ഡ്രെയിനേജ് വാട്ടർ, പിന്നെ നിന്നെയൊക്കെ മിനറൽ വാട്ടർ കൊണ്ട് കുളിപ്പിക്കാം, തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടിട്ട് ഇപ്പോൾ സമരത്തിന് വന്നേക്കുന്നു, ഒരു ലൈഫ് ബോയ് സൂപ്പ് കൂടെ എടുത്തോ, 99% ബാക്ടീരിയയും ചത്തോളും, കമ്മി ഡിസേർവ്സ് ഇറ്റ്, ഡ്രെയിനേജ് വാട്ടർ ഈസ് എ മോർ എഫക്റ്റീവ് ആൻഡ്
പവർഫുൾ സൊല്യൂഷൻ ഫോർ ഇറാഡിക്കേറ്റ് ദീസ് ടൈപ്സ് ഓഫ് നോൺസെൻസ് സ്ട്രൈക്സ് എന്നൊക്കെയാണ് ഓരോ ആൾക്കാർ വന്ന് കമൻ്റ് അടിച്ചിരിക്കുന്നത്. നീയൊക്കെ ഭരിച്ചപ്പോൾ അടിച്ചത് പിന്നെ പനിനീരായിരുന്നല്ലോ. ലാത്തിക്ക് മീൻ മണം, വെള്ളത്തിന് ചെളിമണം, ശീലമില്ലാത്തത് കൊണ്ടാ സഖാവേ, ഇനി ശരിയാവും. PM ശ്രീ ഒപ്പിട്ടത് ആരാണെന്ന് ഈ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. പിന്നെ ഈ മണ്ടന്മാർക്ക് പനിനീർ തളിച്ചു കൊടുക്കണോ? ഡോണ്ട് യൂസ് സ്യൂവേജ് വാട്ടർ, ബെറ്റർ യൂസ് സ്യൂവേജ്. ഒരു ബാലകൃഷ്ണൻ, അതായത് സെപ്റ്റിക് ടാങ്ക് വെള്ളം ഉപയോഗിക്കരുത്, സെപ്റ്റിക് ടാങ്ക് ഡയറക്റ്റായിട്ട് എടുത്ത് അടിച്ചു കൊടുക്കാനാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ബൂസ്റ്റ് കലക്കിയത് അടിച്ച് തരാമടാ. പാവം ആ നേതാവിൻ്റെ അണ്ണാക്കിൽ ആ വെള്ളം അടിച്ചത് മോശമായിപ്പോയി, പുള്ളിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ താഴെ സത്യം പറഞ്ഞ് ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. കുളിക്കാനല്ലല്ലോ വന്നത്, സമരമല്ലേ, അപ്പോൾ ചൊറിച്ചിലുണ്ടാവും എന്ന് വേറൊരാൾ പറയുന്നു. ആമേഴഞ്ചാം തൊട്ടിലെ വെള്ളമാണെന്ന് തോന്നുന്നു വേറൊരാൾ പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ PM ശ്രീ നടപ്പാക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിലും മെച്ചപ്പെട്ട സിലബസ് പഠിപ്പിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലും വിദേശത്തുള്ള കോളേജുകളിലും മറ്റുവിട്ട് പഠിപ്പിച്ച ശേഷം നമ്മുടെ സാധാരണ മക്കൾ ഇതൊന്നുമില്ലാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണ് എന്ന ന്യായമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഓരോ ആൾക്കാർ ചോദിക്കുന്നത്. പിന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്നത് PM ശ്രീ ഒപ്പിട്ട വാണങ്ങളാണ് ഇപ്പോൾ സമരം നടത്താനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. കുറച്ച് നായ്ക്കർണക്കൊടി കൂടെ ചേർക്കെൻ്റെ പിള്ളേച്ച എന്ന് വേറൊരാൾ അടിച്ചിരിക്കുന്നു. ഈ മുതു വേട്ടാവളിയന്മാരാണോ വിദ്യാർത്ഥികൾ? സേഫ്റ്റി ടീമിന് നാളെ മുതൽ മിനറൽ വെള്ളം ഒഴിച്ചു തരാൻ കയറി വാ എന്ന് വേറൊരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു. നിൻ്റെയൊക്കെ ഭരണകാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടതല്ലേടാ എന്ന് വേറൊരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു. ഈ സമരത്തിന് കപടന്മാർക്ക് അർഹിച്ചത് കിട്ടിയെന്ന് വേറൊരാൾ കമൻ്റ്. അങ്ങനെ ട്രോളിൻ്റെ പൂരമാണ് സത്യം പറഞ്ഞാൽ. ഈ കമ്മിക്കുട്ടന്മാരെ 10 തെറി വിളിച്ചെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് ട്രോളാണ്. അതായത് ഇവരുടെ കാര്യങ്ങൾ തന്നെ എടുത്ത് ഇവർക്കെതിരെ ഉൾട്ടടിച്ച് വയ്ക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ചിരിക്കാൻ നല്ല വകുപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കമ്മികൾ ചെയ്ത് വയ്ക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. പിന്നെ ആ ലുട്ടാപ്പിൻ്റെ അടുത്ത് വാ തുറക്കല്ലെന്ന് പറയുന്നത്, വാ തുറന്ന പോക്കാണ്. സോഷ്യൽ മീഡിയയ്ക്ക് പിന്നെ ആഘോഷമാണ്. അപ്പോൾ ശരി.